ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒലീവ് കായ ഉണ്ടല്ലോ, അതിൻ്റെ അച്ചാറുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് കുറച്ച് ഒലീവ് കായ ഉപ്പിലിട്ടതാണ്. ഈ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തതാണ്. അപ്പം അത് നീളത്തിലരിഞ്ഞാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇതൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഒരു ചട്ടിയിലേക്ക് ഞാൻ ഈ വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ആ ഒലീവ് ഉപ്പിലിട്ട ഒലീവ് കായാണ്, അപ്പം അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആക്കാനായിട്ട്, അതിൻ്റെ ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ മയം ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് നല്ലവണ്ണം ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തു. അതിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി വരുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. അച്ചാർ ഉണ്ടാക്കുമ്പോഴേ നല്ല എള്ളെണ്ണ ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ ഓയിലാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാലേ പെട്ടെന്ന് കാറൽ വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിതേ സൺഫ്ലവർ ഓയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതേ ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കണേ, കാരണം അതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം. ഏകദേശം ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ അത് കറിവേപ്പിലയും കൂടി അങ്ങോട്ടൊന്ന് നല്ലോണം അങ്ങോട്ട് വഴറ്റി എടുക്കണം. അപ്പൊ ഇതിന്റെ പച്ചപ്പൊക്കെ മാറിയില്ലെങ്കിൽ അച്ചാർ കൂടുതൽ കാലം ഒന്നും വെക്കാൻ പറ്റൂലേ, കാരണം പെട്ടെന്ന് പൂപ്പൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഏകദേശം അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇത് ഉപ്പിലിട്ടായതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ആ ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി. പിന്നെ ഇതിന്റെ നിറത്തിനാവശ്യമായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം കായത്തിന്റെ പൊടിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ട് ഇതിന് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഈ ചേർത്ത് കൊടുത്ത പൊടികളിലേക്ക് ആ പച്ചച്ചൊവയൊക്കെ അങ്ങോട്ട് മാറണ വരെ ഇത് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് എടുക്കണേ. ഇതങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്ക് നല്ല അടിപൊളി സ്മെല്ലാണ്. ആ ചേർത്ത് കൊടുത്തേക്കണ പൊടികളൊക്കെ അങ്ങോട്ട് മൂത്ത് അങ്ങോട്ട് വരുമ്പോഴേക്ക് അച്ചാറിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല സൂപ്പർ സ്മെല്ലാണ്. ഇതിപ്പോ ഏകദേശം അങ്ങോട്ടൊന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂട് വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് അടച്ചു വെക്കണം. അപ്പൊ അടച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒരു തുണിയാ, ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റി അങ്ങോട്ട് കെട്ടണം. ഈ ചട്ടിയോ എന്ത് പാത്രമാണോ അത് കെട്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആവി വെള്ളം അതിലേക്ക് വീഴാണ്ടിരിക്കും. ഈ ആവി വെള്ളമൊക്കെ അതിലേക്ക് വീഴുമ്പോഴാണ് അച്ചാറ് പെട്ടെന്ന് പൂപ്പൽ പിടിച്ചു പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ തുറന്ന് തന്നെ വെച്ച് ഇതിന്റെ ചൂട് ആറണവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ലവണ്ണം അങ്ങോട്ട് ചൂട് ആറിക്കഴിഞ്ഞാൽ നല്ല കുപ്പിയിൽ അങ്ങോട്ട് എടുത്ത്, ഒട്ടും വെള്ളമയം ഇല്ലാത്ത കുപ്പിയിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് എത്ര നാള് വേണമെങ്കിലും കേട് കൂടാണ്ടിരുന്നോളും. കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഒലീവ് കായയുടെ അച്ചാർ. ഇതേപോലെ കിട്ടുവാണെങ്കിൽ ഗൾഫ് നാടുകളിലുള്ളവർക്ക് ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, കാരണം ഇവിടെയൊക്കെ ധാരാളം കിട്ടുന്നതാണ്. നല്ല അടിപൊളി അച്ചാറാണ് ഒലീവ് കായയുടെ, നല്ല നാടൻ രീതിയിലുള്ള അച്ചാറ്.